ലോകത്തിന്റെ എണ്ണനാടി എന്നറിയപ്പെടുന്ന ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാവിക ഉപരോധം മുറുകുമ്പോഴും അവിശ്വസനീയമായ ഒരു കരുനീക്കത്തിലൂടെ ഇറാൻ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത്യാധുനിക യുദ്ധക്കപ്പലുകളും നിരീക്ഷണ സംവിധാനങ്ങളും വിന്യസിച്ച് ഒരു ഈച്ചയെ പോലും കടത്തിവിടില്ലെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ സൈന്യത്തെ നോക്കുകുത്തിയാക്കി ഇറാന്റെ ഒരു സൂപ്പർ ടാങ്കർ ഉപരോധരേഖ മുറിച്ചു കടന്നിരിക്കുന്നു. വെറുമൊരു യാത്രയല്ല, മറിച്ച് ലക്ഷക്കണക്കിന് ബാരൽ എണ്ണയുമായി ഇന്തോനേഷ്യൻ സമൂഹങ്ങൾ വരെ പോയി തിരിച്ചു വന്ന ഈ മാസ്റ്റർ സ്ട്രോക്ക് അമേരിക്കൻ നാവിക ശക്തിയുടെ ആത്മവിശ്വാസത്തിന് വലിയൊരു പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കൻ ഉപരോധം പൂർണ്ണ പരാജയമാണെന്ന് തെളിയിക്കുന്നതാണ് ഇറാന്റെ പുതിയ ഈ നീക്കം. ഒരു VLCC അഥവാ വെരി ലാർജ് ക്രൂഡ് കാരിയർ വിഭാഗത്തിൽപ്പെട്ട ഇറാനിയൻ സൂപ്പർ ടാങ്കർ മാർച്ച് മാസത്തിൽ ഇറാനിൽ നിന്ന് യാത്ര തിരിച്ച് ഇന്തോനേഷ്യയിലെ റിയാവു ദ്വീപ സമൂഹത്തിലെത്തി 20 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ സുരക്ഷിതമായി കൈമാറി തിരിച്ചെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേനയുടെ ഓരോ നീക്കങ്ങളെയും അതിവിദഗ്ധമായി വെട്ടിച്ചാണ് ഈ ടാങ്കർ ഇറാനിലെ കാർഗ് ദ്വീപിലേക്ക് മടങ്ങിയെത്തിയത്. അമേരിക്കൻ ഉപരോധം കൊണ്ട് ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാനാവില്ല എന്നതിന്റെ വ്യക്തമായ തെളിവായി ഇറാൻ മാധ്യമങ്ങൾ ഈ സംഭവത്തെ ആഘോഷിക്കുകയാണ്. ഇറാൻ കടപുഴകി വീഴുകയാണെന്നും ഉപരോധം മൂലം ഒരു ദിവസം $500 ദശലക്ഷം നഷ്ടമാണ് അവർക്കുണ്ടാകുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. ഇതുവരെ 27 കപ്പലുകളെ തടഞ്ഞു തിരിച്ചയച്ചുവെന്നും ഒരു കപ്പൽ പിടിച്ചെടുത്തുവെന്നും US നാവികസേന അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു സൂപ്പർ ടാങ്കർ തങ്ങളുടെ കൺമുന്നിലൂടെ പോയി തിരിച്ചു വന്നതിനെക്കുറിച്ച് വാഷിംഗ്ടൺ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇറാനിയൻ ചരക്ക് കപ്പലായ തസ്ക അമേരിക്ക പിടിച്ചെടുത്തതിനെ ചൈന ശക്തമായി അപലപിക്കുകയുണ്ടായി. ഹോർമൂസിലെ സംഘർഷങ്ങൾ ആഗോള വിതരണ ശൃംഖലയെ ബാധിക്കുമെന്നും ലോകരാജ്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും ചൈന ആവശ്യപ്പെട്ടു. നിലവിൽ ലോകത്തിലെ വളം വിതരണത്തിന്റെ 12% ഈ ഉപരോധം കാരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് UN ഏജൻസികളും മുന്നറിയിപ്പ് നൽകുന്നു. ഹോർമൂസ് കടലിടുക്കിനെ മാത്രം ആശ്രയിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ സൗദി അറേബ്യയും UAEയും പുതിയ പൈപ്പ് ലൈൻ പദ്ധതികൾ സജീവമാക്കുകയാണ്. സൗദിയുടെ 1200 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈനും UAEയുടെ അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈനും ഇതിനുള്ള പ്രധാന മാർഗങ്ങളാണ്. എങ്കിലും ഹോർമൂസ് വഴിയുള്ള അത്രയും എണ്ണ കടത്തിവിടാൻ ഈ പൈപ്പ് ലൈനുകൾക്ക് കഴിയില്ലെന്നത് ഒരു പരിമിതിയായി തന്നെ തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഈ ഒളിച്ചുകളി അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നയതന്ത്ര യുദ്ധത്തിനാണ് കളമൊരുക്കുന്നത്. ഒരു വശത്ത് അമേരിക്ക തോക്കുകൾ ചൂണ്ടി കപ്പലുകളെ തടയുമ്പോൾ മറുവശത്ത് നിയമങ്ങളെയും ഉപരോധങ്ങളെയും വെല്ലുവിളിച്ച് ഇറാൻ തങ്ങളുടെ എണ്ണക്കപ്പലുകൾ കടത്തിവിടുകയാണ്. ട്രംപിന്റെ കടുത്ത നിലപാടുകൾ ഇറാനെ പൂർണ്ണമായും തളർത്തുമോ അതോ ഇത്തരം സാഹസിക നീക്കങ്ങളിലൂടെ ഇറാൻ അതിജീവിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ വലിയൊരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ഹോർമൂസിലെ ഓരോ നീക്കവും ലോകത്തെ ഇന്ധനവിലയെയും സമാധാനത്തെയും നേരിട്ട് ബാധിക്കുന്നതിനാൽ ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്.